ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു മാസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെയർ ബാൻഡ് മേക്കിംഗ് ബിഗിനേഴ്സിനുള്ള ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 3 പേർക്കാണ് നമ്മൾ ഈ ഒരു കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസിൽ നിന്നും വരുന്നവരിൽ നിന്നും 3 പേരെ നറുക്കെടുത്ത് സെലക്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഏകദേശം 450-ലേറെ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാം പേര് നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് നറുക്കെടുപ്പ് നടത്തി അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 പേർക്കുള്ള കിറ്റാണ് ഇതായി കാണുന്നത്. അങ്ങനെ 3 പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരും സ്ഥലവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവരോട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേരിൽ ഒരാൾ മാത്രമാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആളാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അവർക്കുള്ളത് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ മെസ്സേജ് ചെയ്തില്ല. വീണ്ടും നമ്മൾ 4 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതുവരെ അവർ മെസ്സേജ് അയച്ചിട്ടില്ല. അങ്ങനെ ആ 2 കിറ്റ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ 2 പേരെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ 3 പേരെ സെലക്ട് ചെയ്ത് അവരുടെ പേര് വീഡിയോയിൽ പറഞ്ഞിരുന്ന സമയത്ത് കുറേ പേര് കമൻ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പറഞ്ഞ 2 പേര് എന്തുകൊണ്ടോ നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അവരുടെ പേരാണ് വന്നതെന്ന് അറിയാത്തത് കൊണ്ടോ ഒക്കെ ആവും അവരിതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷേ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, എനിക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമം പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിൽ പെട്ട ഏതെങ്കിലും 2 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ പേര് എഴുതി നറുക്കെടുത്ത് അങ്ങനെ 2 പേരെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു, അവരും ഇനി നമ്മുടെ വീഡിയോ കാണാതെ വരികയോ ശ്രദ്ധിക്കാതെ വരികയൊക്കെ ചെയ്താൽ ഞാൻ പിന്നെയും ഇതിൻ്റെ പിറകെ പോകേണ്ടി വരും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിറ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ 2 പേരെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ചിന്തിച്ചു, എങ്ങനെ ആ 2 പേരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, കുറേ പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നമ്മുടെ വീഡിയോ എന്നും എപ്പോഴിട്ടാലും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതലും നമ്മുടെ വീഡിയോ കാണുന്ന ആ ആൾക്കാരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ചെയ്തവരിൽ നിന്നും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട 2 പേർക്കാണ് ഈ ഒരു കിറ്റ് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ചാനലിൽ തുടക്കം മുതൽ ഇതുവരെ ഇട്ട വീഡിയോകളിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന 2 പേർക്കാണ് ഈ ഒരു കിറ്റ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഓരോരുത്തരുടെ കമൻറ്റിലും ക്ലിക്ക് ചെയ്തിട്ട് അവർ ഏകദേശം എത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരാൾ 70 കമൻറ്റ്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള വീഡിയോകളിലുള്ളതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും 1ഉം 2ഉം അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ഇട്ടവരാളുണ്ട്. അതിൽ തന്നെ 97, 100 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ് ഇട്ട ആളുകളുണ്ട്, ഒരു 3-4 പേര്. അതൊക്കെ എൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ അവരെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിടുന്നില്ല, അവരെ സെലക്ട് ചെയ്യുന്നില്ല. പുറത്ത് നിന്നും ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇട്ട 2 പേർക്ക് കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ ഓരോരുത്തരുടെ കമൻറ്റ്സും ഇട്ട് നോക്കുന്നുണ്ട്, അവരെത്ര കമൻറ്റ് ഇട്ടു എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട 2 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഇട്ട കമൻറ്റുകളെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ മിസ്രിയ റഹൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാൾ നമ്മുടെ ചാനലിൽ ഇതുവരെ 70 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരാളായിട്ട് ഇവരെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇതുപോലെ സ്മിതാദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അവർ നമ്മുടെ ചാനലിൽ ഇതുവരെ 51 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരാണ് നമ്മൾ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു കിറ്റ് കൊടുക്കാനുള്ള 2 പേരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേര് എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കാം, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരണം. ഞാനിത് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയക്കുന്നതാണ്. ഇവരെന്തായാലും ഈ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ എനിക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും നമുക്കിതുപോലെയുള്ള ഗിഫ്റ്റ് വീഡിയോകളൊക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.